ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിംഗ് ആണ്. സ്റ്റിച്ചിങ് ഇതിലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ലേസ് വെക്കുന്നുണ്ട്, ഇതുപോലത്തെ ലേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ അതേ നോക്കിക്കാൻ മെറ്റീരിയൽ ഞാൻ ഇങ്ങനെയാണ് ഉള്ള മെറ്റീരിയൽ. നടുവേ മടക്കിയിട്ടുണ്ട്. 290 മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. എക്സലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എക്സലിൻ്റെ അളവിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കോളൂ. ഇങ്ങനെ ഞാൻ മടക്കണം എന്നുള്ള പറഞ്ഞുതരാം. ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് മടക്കാം. അത് പുറകുവശം തിരിഞ്ഞു വരത്തില്ല. അപ്പോൾ നമുക്ക് അടിയിൽ ഫ്രില്ല് വരുന്ന നൈറ്റി ആയതുകൊണ്ട് മേൽഭാഗത്ത് ലെങ്ത്ത് 40 ഇഞ്ചും ഫ്രില്ലിൻ്റെ ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ചും കൂടിയാകുമ്പോൾ 48 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് നൈറ്റിക്ക് വരും. തയ്യൽ തുമ്പ് 1 ഇഞ്ച് പോയാലും നമുക്ക് 47 ഇഞ്ച് ലെങ്ത്ത് വരും. അപ്പോൾ ആദ്യം 40 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോൾഡർ പറഞ്ഞല്ലോ എക്സലാണ്. ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് 12, വേസ്റ്റ് 10.5. ഇത്രയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോക്കിക്കേ, ചെസ്റ്റിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ടേപ്പ് വെച്ച ശേഷം 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാം ഹോളിൻ്റെ പകുതി ഭാഗം 7 നമ്മൾ എടുത്തത്. 3.5 ഇഞ്ച് സ്ട്രെയിറ്റ് പകുതി സ്ട്രെയിറ്റ് വരച്ച ശേഷം ബാക്കി നമ്മൾ ചെസ്റ്റിൻ്റെ ലൈനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. ഇൻക്ലൂഡിങ് തയ്യൽ തുമ്പാണ് ചെസ്റ്റ് 12 ഇഞ്ച്. അപ്പോൾ അതിന് ശേഷം മേളിൽ നിന്നും 14 ഇഞ്ച് നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം മാർക്ക് ചെയ്തു. ഇനി ആ 14 ഇഞ്ചിൻ്റെ വണ്ണം, അതായത് 14 ഇഞ്ച് വരുന്നവിടെയാണ് ഷേപ്പ് വരിക. അപ്പോൾ അതിൻ്റെ വണ്ണം 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് 10.5 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇതിൽ തയ്യൽ തുമ്പും ഉണ്ട്, ലൂസും ഉണ്ട്. നൈറ്റിക്ക് എപ്പോഴും സൈസ് ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഈ അളവുകൾ എടുത്ത് പറയണത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മൾ 40 ഇഞ്ച് വരച്ചില്ലേ, അതിൻ്റെ തുണിയുടെ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ ചരിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇനിയിപ്പോൾ നോക്കിക്കോളൂ. ഇത് കട്ട് ചെയ്ത് കണ്ട നമ്മൾ വരച്ച ഭാഗത്തുനിന്ന് ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്തൂടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നല്ല ഭംഗിയുള്ള നൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിതിൻ്റെ കട്ടിങ് വീഡിയോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോകും. അതുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശം നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നെക്കിൻ്റെയൊക്കെ അളവുകൾ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് വെച്ചേക്കാം. പക്ഷെ ഇപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്യത്തില്ല കേട്ടോ. അപ്പം കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ ഒരു 3 ഇഞ്ചായി മാറും. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ബാക്ക് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്കിലാണ് ലേസ് വെച്ചിട്ട് ഡിസൈൻ വരുന്നത്. അപ്പം ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്യില്ല. ബാക്ക് നെക്കിൻ്റെ അളവ് മാത്രം ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം ഫ്രണ്ടിനും ബാക്കിനും നമുക്ക് 2.5 തന്നെയാണ് വരിക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കൈക്കുഴി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിലെ കൈക്കുഴിയുടെ വണ്ണം എടുത്തിട്ട് വേണം നമുക്ക് സ്ലീവിൻ്റെ കൈക്കുഴി എടുക്കാൻ. അപ്പോൾ ബോഡി പാർട്ടിൽ 1/2 ഇഞ്ച് നമ്മൾ താഴ്ത്തി ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വരയ്ക്കുമ്പോൾ 11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ട് ബാലൻസ് സൈഡിലുള്ള ഭാഗമില്ല, അതെടുത്ത് നേരെ നമ്മൾ എൻ്റെ വശത്തോട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമുക്ക് 8 ഇഞ്ച് 9 ഇഞ്ച് ലെങ്ത്ത് വരെ സ്ലീവ് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ഈ 11 ഇഞ്ച് വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ 8 ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 8 ഇഞ്ചിൽ നിന്നും, അതായത് നമ്മളിപ്പോൾ 11 മാർക്ക് ചെയ്തത് ഈ 8 ഇഞ്ചില്ലേ, 8 ഇഞ്ചിൽ നിന്നും ഒരു 3.5 ഇഞ്ച് താഴത്ത് ഭാഗത്താണ് ആ 11 ഇഞ്ചിൻ്റെ വണ്ണം വരുന്നത് കേട്ടോ. 3.5 ഇഞ്ച് കേട്ടോ. ഇനി കൈയിൻ്റെ റൗണ്ട് വന്നിട്ട് എടുക്കേണ്ടത് 9 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ 9 നിന്നും 11 നമ്മൾ ഇതുപോലെ ചരിച്ചു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും 11 ഇഞ്ച് എവിടെ മാർക്ക് ചെയ്യണം. ആദ്യം നമ്മൾ 8 ഇഞ്ച് ലെങ്ത്ത് എടുക്കാം ഹൈറ്റ്. ആ 8 ഇഞ്ചിൽ നിന്നും ഒരു 4 ഇഞ്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ വണ്ണമാണ് 11 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സലുള്ളവർക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടിയിലെ ആ ഭാഗമില്ലേ, അത് നമുക്ക് കറക്റ്റ് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് നൈറ്റിയുടെ ഫ്രണ്ട് വശത്ത്
ഫ്രില്ല് വരും കേട്ടോ. ഇത് വർദ്ധമാൻ്റെ നൈറ്റി പ്രിൻ്റാണ്, നല്ല കോട്ടനാണ് സംഭവം കേട്ടോ. എക്സാക്ട്ലി അതിൻ്റെ പകുതി. അപ്പോൾ എന്താണ് 4 പീസ് കിട്ടും. ഈ 4 പീസും കൂടി യോജിപ്പിച്ചിട്ട് നമ്മുടെ നൈറ്റിയുടെ അടിയിലേക്ക് ഫ്രില്ല് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കും. ഇനി ഇതൊക്കെ കൂടി യോജിപ്പിക്കും. ഇതിൽ 4 ലെയർ ഉണ്ട്. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വലിയൊരു പീസാക്കി എടുക്കണം കേട്ടോ തയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ബാലൻസിൽ നിന്നും ബാക്ക് നെക്ക് നമുക്ക് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസ് തുണി മാറ്റിയിട്ട് ബാക്കി 2 പീസിൽ നിന്നും ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. വീതി പറഞ്ഞുതരാം. 1.5 ഇഞ്ച് വീതിക്ക് കുറച്ച് 2-3 പീസ് തുണികൾ കട്ട് ചെയ്തെടുക്കുക. ഈ 2-3 പീസ് തുണികൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണം, ഇതിനെ ക്രോസ് പീസ് എന്ന് പറയും, ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട്. ഫ്രണ്ട് നെക്കിന് വേറെ രീതിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഉണ്ടാവും. ഇത് എക്സൽ നൈറ്റിയുടെ കട്ടിങ്ങും ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും ആണ് കേട്ടോ. താങ്ക് യു.